അപ്പോൾ വോട്ട് എന്തായാലും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അടുത്ത ചോദ്യം നമ്മുടെ പക്ഷം ഏതാണ്, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നതാണ്. രണ്ട് മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ നിഷ്പക്ഷനായ ഒരു വോട്ടർ എന്ന നിലക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. ഒന്നാമത്തേത്, ഇവിടെ ഒരു പുതുയുഗം പിറക്കാനിരിക്കുന്നു, കേരളത്തിലൊരു മാറ്റം അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് UDF നിങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ നിൽപ്പുണ്ട്. രണ്ടാമത്തേത്, കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി തുടരുന്ന ദുർഭരണത്തിന് ഞങ്ങൾക്കൊരു തുടർച്ചകൂടി വേണം എന്ന് പറഞ്ഞ് ഇടതുപക്ഷവും നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലാർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിഷ്പക്ഷനായ ഒരു വോട്ടർ എന്ന നിലക്ക് നിങ്ങൾ ആലോചിക്കുമ്പോൾ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു, നമ്മുടെ നാടിന്, സമൂഹത്തിന്, നമുക്ക്, ഇവിടെ വരാനിരിക്കുന്നൊരു തലമുറയ്ക്ക് എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന നിഷ്പക്ഷമായ ഒരു പരിശോധന നമ്മൾ നടത്തണം. ഇതിന് തൊട്ടു മുൻപ് നടന്ന ലോക്സഭ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയമുണ്ടായി. പ്രതീക്ഷിച്ച വിജയം ഇടതുപക്ഷത്തിനുണ്ടായില്ല. അപ്പോഴാണ് ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും ഒക്കെയായി കാണുന്ന കേരള മന്ത്രിസഭയിൽ ഒരു അംഗം സജി ചെറിയാൻ, അദ്ദേഹം പേരുകൾ വായിക്കൂ എന്ന് പറഞ്ഞത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗുരുവായൂരിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി ചുവരുകളിൽ പേരെഴുതി വച്ചിട്ട് ഇത് വായിക്കൂ എന്ന് പറയുകയാണ്. പേരുകൾ വായിക്കൂ എന്ന് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി പറയുന്നു, ഇപ്പോൾ BJP പറയുന്നു. പച്ചയ്ക്ക് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ BJPയും LDFും ഒരുപോലെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ, ഉത്തരേന്ത്യയിലൊക്കെ ആഞ്ഞടിക്കുന്ന ആ വിദ്വേഷ കൊടുങ്കാറ്റിന്, ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം UDFന് വോട്ട് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നിലെ ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തേത്, കേരളം ചെന്നുപെട്ടിരിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയുണ്ട്. വലിയ കടക്കെണിയിലാണ് നമ്മുടെ സംസ്ഥാനം. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 1,65,000 കോടി രൂപ മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ കേരളപ്പിറവിക്ക് ശേഷം ഏതാണ്ട് 6 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ വാങ്ങിയ കടമായിരുന്നു അത്. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം ഏതാണ്ട് 6 ലക്ഷം രൂപയ്ക്കടുത്താണ്. 10 വർഷം കൊണ്ട് 4,35,000 കോടി രൂപയുടെ കടബാധ്യതയാണ് ഇവിടെ പിറക്കാനിരിക്കുന്ന ഒരു തലമുറയുടെ തലയിലേക്ക് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ കെട്ടിവെച്ചത്. ഈ പണം എന്തിനു വിനിയോഗിച്ചു എന്ന അടുത്ത ചോദ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ ദേശീയപാതകളിൽ, ഇവിടുത്തെ KSRTC ബസ്സുകളിൽ, ഇവിടുത്തെ ടെലിവിഷൻ സ്ക്രീനുകളിൽ, ഇവിടുത്തെ പത്രത്താളുകളിൽ നമ്മൾ കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങളുണ്ട്. ഏതാണ്ട് 250 കോടി രൂപയോളമാണ് ആ PR വർക്കുകൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷം പൊടിപിടിച്ചത്. ഇവരെ കൊണ്ടുള്ള കെടുതികൾ നമുക്ക് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കുക എന്നതായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ നിമിഷം കൊല്ലത്ത് നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത, ഇവിടെ ഗുണ്ട അസോസിയേഷൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. തോക്കുകളും വടിവാളുകളുമായി നൃത്തം ചെയ്ത് പാട്ടുപാടി ഗുണ്ടകൾ അവർക്ക് ഓഫീസ് തുറക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സിനിമാ കഥയിലെ കോമഡി രംഗമല്ല. പിണറായി വിജയൻ്റെ കേരളത്തിൽ ഇന്നത്തെ പകൽ പുറത്തു വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗുണ്ടകളെ നിയന്ത്രിക്കാൻ ആരുമില്ലാതായി എന്ന് മാത്രമല്ല, ആ ഗുണ്ടകൾ പാർട്ടി സംരക്ഷണയിൽ തഴച്ചു വളരുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടവരാണ്. രക്തസാക്ഷികൾ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വൈകാരികമായൊരു മൂലധനമായിരുന്നു. എത്രയോ രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ രക്തസാക്ഷികളുടെ പേരുകൾ നമുക്കറിയാം. അവരുടെ പേര് ചേർത്തെഴുതിയ കവിതകൾ, അവരുടെ പേര് ചൊല്ലി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചന്തയിൽ വിലപേശി വിറ്റിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം നമ്മുടെ വോട്ട് തട്ടിയത്. എന്നാൽ ഇപ്പോഴോ രക്തസാക്ഷികളുടെ പേരിൽ പണം പിരിച്ച് ആ പണം പുട്ടടിക്കാൻ ഒരു മടിയുമില്ലാത്ത, അവരുടെ തന്നെ ഈ ഭാഷയിൽ പറഞ്ഞാൽ അറയ്ക്കുന്ന ശവന്തൂക്കികളായി കേരളത്തിലെ ഇടതുപക്ഷം മാറിയത് നമ്മൾ കാണുകയാണ്. ആരുടെ വോട്ടും പിടിക്കാമെന്ന നിലയിലേക്ക് പോകുന്നു. തരാതരം പോലെ RSSൻ്റെ കൂട്ടുപിടിക്കുന്നു, മറ്റു ചിലങ്ങളിൽ വർഗീയ ശക്തികളുടെ വോട്ട് പിടിക്കുന്നു. അതിനിടയിൽ RSSൻ്റെ കഠാരക്കിരയായ സഖാക്കളെയും അഭിമന്യു അടക്കമുള്ള രക്തസാക്ഷികളെയും അവർ മറക്കുന്നു. 4 വോട്ട് കിട്ടാൻ ആരുടെയും കൂട്ടുകൂടാം എന്നവർ തീരുമാനിക്കുന്നത് കേരളത്തിൽ അലയടിക്കുന്ന ജനരോഷം കണ്ട് ഭയന്നിട്ടാണ്. കേരളത്തിലെ പുതുതലമുറയോട് ഇവർ ചെയ്ത ദ്രോഹങ്ങൾ നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിദേശ സർവകലാശാലകളും വിദേശ കോഴ്സുകളും കേരളത്തിലെ പുതുതലമുറയ്ക്ക് ലഭ്യമാക്കാൻ നമ്മളൊരു സമ്മിറ്റ് നടത്തിയത്. ആ സമ്മിറ്റ് നടക്കുന്ന വേദിക്ക് മുന്നിൽ വച്ച് TP ശ്രീനിവാസനെ SFIക്കാർ തലക്കടിച്ച് വീഴ്ത്തുന്നത് നമ്മൾ കണ്ടവരാണ്. ഇന്നവർ നോളജ് എക്കോണമിയെക്കുറിച്ച് വാചാലരാവുകയാണ്. വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
നമുക്കിവർ നഷ്ടമാക്കിയത് 10 വർഷമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിക്കുന്ന ദേശീയപാത ഇവരുടെ കണക്കിലെഴുതാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദേശീയപാത പൊട്ടിത്തകർന്നപ്പോൾ ഇവരതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും തയ്യാറായില്ല. നമ്മൾ ഓർക്കേണ്ടത് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട് മുൻപ് ഇതുപോലൊരു ദേശീയപാത കേരളത്തിന് സമ്മാനിക്കുന്ന എക്സ്പ്രസ് ഹൈവേ പദ്ധതി UDF കൊണ്ടുവന്നതാണ്. അന്നതിനെ സമരം ചെയ്ത് തോൽപ്പിച്ചവരാണിപ്പോൾ ദേശീയപാതയുടെ വികസനത്തിൻ്റെ വായ്ത്താരി മുഴക്കുന്നത്. നഷ്ടമായ 10 വർഷങ്ങളെ തിരിച്ചു പിടിക്കാൻ, കേരളത്തിലൊരു പുതുയുഗം പിറക്കുമെന്ന് ഉറപ്പാക്കാൻ 100 കാരണങ്ങൾ ഇതുപോലെ എണ്ണിപ്പറയാൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞ അധികാരത്തിൻ്റെ അഹന്തയോടെ ഇവർ നമ്മുടെ മുന്നിലെത്തുന്നത്. ജനാധിപത്യത്തിൽ ഉത്തരങ്ങൾ എന്ന പോലെ ചോദ്യങ്ങളും പ്രധാനമാണ്. CMA ഒരു ചോദ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രസ്താവനകളിൽ നാം കാണുന്ന ഗർഭിന് കേരളത്തിൽ അറുതി കുരിക്കാൻ നേരമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചോദ്യം ചോദിക്കുന്ന വോട്ടറോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ, ഞങ്ങളുടെ ഔദാര്യത്തിൽ ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിങ്ങളുടെ ഈ ആർഭാടവും നിങ്ങളുടെ ഈ ധൂർത്തും നിങ്ങളുടെ ഈ ദുർഭരണവും അവസാനിക്കാൻ നേരമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്നാൽ മതി എന്ന് കേരളം ഒറ്റക്കെട്ടായി പറയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പക്ഷം, നിങ്ങളുടെ ശരിയുടെ ബോധ്യം അത് UDF ആയിരിക്കും എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. കേരളം ജയിക്കും, UDF നയിക്കും.